കല്യാശ്ശേരി മുതൽ ഇങ്ങോട്ടേക്ക് ഈ കുട്ടികൾ ഈ അടികൊള്ളുമ്പോൾ ഈ ശീതീകരിച്ച മുറിയിൽ നിന്ന് വാർത്താ സമ്മേളനം നടത്തിയും പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടാണ് നേതാക്കളൊക്കെ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചുകൊണ്ടിരുന്നത്. ആദ്യം വി ഡി സതീശൻ പറഞ്ഞത് ഇനി ഇത് തുടർന്നാൽ MLA-മാരിറങ്ങും MP-മാരിറങ്ങും എന്നൊക്കെയാണ്. ആരെയും നമ്മൾ എവിടെയും കണ്ടിട്ടില്ലെന്ന് മാത്രമല്ല, ഈ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിക്കുക എന്ന നിലയ്ക്ക് കേരളത്തിൽ എല്ലായിടത്തും അടി വാങ്ങിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് KSUക്കാർ രംഗത്തിറങ്ങി എന്നുള്ളതല്ലാതെ പാർട്ടിയിൽ നിന്നൊരു പരിരക്ഷയോ പാർട്ടിയുടെ ഒരു പിന്തുണയോ ആ അർത്ഥത്തിൽ ലഭിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് അവരൊക്കെ കൂടെ ഇറങ്ങിയിട്ട് കേരളത്തിലൊരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കണം എന്നുള്ള നിലയ്ക്കല്ല. പക്ഷേ ഇതൊരു അൺവാറന്റഡ് സിറ്റുവേഷനാണ്. അതായത് നവകേരളം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി നടത്തുന്നൊരു യാത്രയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആ പ്രതിഷേധങ്ങൾ അതിൻ്റെ വഴിക്ക് വിടുക, അല്ലെങ്കിൽ അത് പോലീസ് കൈകാര്യം ചെയ്യട്ടെ എന്നതിനപ്പുറം ആ സദസ്സ് സംഘടിപ്പിക്കുന്നതിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തെ ചോർത്തിക്കളയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് പാർട്ടിയോ സർക്കാരോ പിന്തുണയോ നേതൃത്വമോ നൽകരുത് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ സദസ്സിൻ്റെ പ്രതിച്ഛായ കെടുത്തി എന്ന് ഞാൻ വിചാരിക്കുന്നു. വീട്ടിലിരുന്നു കൊണ്ട് പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷ് കഫേ.